നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ഫ്രൈഡ് കസ്റ്റാർഡ് പുഡിംഗ്. ഇതൊരു ഫോറിൻ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി ആട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം, അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയാണ് വേണ്ടത്. അപ്പോൾ അത് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഒരു മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്, 2 മുട്ടയുടെ മഞ്ഞക്കരുവാണ് വേണ്ടത്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്, ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ല ഡാർക്ക് കളർ ഉള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാക്കും. ഇനി നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. നമുക്ക് 1 കപ്പ് പാൽ വേണമെങ്കിൽ ഒരുമിച്ച് ഒഴിച്ച് അടിക്കാം. ഇപ്പം ഞാൻ ചെറിയ ജാറ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചങ്ങ് പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കസ്റ്റാർഡാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ക്രീം ഉണ്ടാക്കിയത് കേക്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുമെന്ന്. അങ്ങനത്തെ ഒരു പേടിയും വേണ്ട, മുട്ടയുടെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ അങ്ങ് കത്തിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടുകൊണ്ട് തന്നെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. നമ്മൾ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് പാത്രമായാലും മതി. കുറച്ചുകൂടെ ചെറിയ പാത്രം എടുക്കുക കേട്ടോ, നല്ലത്. ഞാനിപ്പം എടുത്തപ്പോൾ കുറച്ച് വലിയ പാത്രമായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് അധികം ഹൈറ്റ് കിട്ടില്ല. നമ്മൾ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പുറത്ത് വെച്ചാൽ തന്നെ സെറ്റായി കിട്ടും. കുറച്ച് കട്ടിയുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് എല്ലാം അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു ഫോറിൻ ചാനലിൽ നിന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മെഷർമെൻറ്റ്സിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഫ്രൈഡ് കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഉള്ളിലാണെങ്കിൽ നല്ല എന്താ പറയുക ബബ്ലി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നല്ലൊരു പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യരുത്, പെട്ടെന്ന് തന്നെ 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് സമയം ഇടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നടുഭാഗത്തുള്ള ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറി അങ്ങ് ചപ്പിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.